ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ട് കേട്ടോ വന്നേക്കുന്നത്. പുതിയ എന്തെങ്കിലും ടിപ്സുകളൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. സവാളയിൽ ഈ കറുത്ത കളറിൽ കാണുന്ന ഒരു തരം ഫംഗസ് ആട്ടോ, നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വയറിനൊക്കെ പ്രശ്നം വരും. പിന്നെ സവാള അരിയുമ്പോൾ കണ്ണ് നീറുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് നേരം ഫ്രീസറിൽ സവാള വെച്ചിട്ട് എടുത്ത് അരിയുവാണെങ്കിൽ കണ്ണ് നിറത്തില്ല കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ടല്ലോ, പിറ്റേ ദിവസം ചിരണ്ടാൻ നോക്കുമ്പോൾ ചിരണ്ടാൻ ബുദ്ധിമുട്ടുമായിരിക്കും. ആ സമയത്ത് ഇതുപോലെ ചൂടുവെള്ളത്തിലൊന്നിട്ടിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം ചിരണ്ടി എടുക്കാൻ വേണ്ടി പറ്റുമേ. ഞാൻ രാവിലെ സാധാരണയായിട്ട് ചോറ് ഊറ്റുമ്പം ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്കാണ് ഈ തേങ്ങാമുറി ഇടാറുള്ളത്. ചില തേങ്ങയൊക്കെ നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് വെള്ളമില്ലാതെ ഉണങ്ങിപ്പോയ തേങ്ങകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള തേങ്ങ നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ, പുട്ടുണ്ടാക്കാൻ, പിന്നെ പച്ചത്തേങ്ങ അരച്ച് കറി വെക്കേണ്ടതിനും അപ്പത്തിനും ഒന്നും അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള തേങ്ങകളൊക്കെ നമുക്കിതുപോലെ വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്ത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ വറുത്തരച്ച കറി ഉണ്ടാക്കിയാൽ മതി. ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകത്തില്ല, നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. വല്ലാതെ ഉണങ്ങിപ്പോയ തേങ്ങ ചിരട്ടേന്നൊക്കെ വിട്ട് കടന്നായിരിക്കും ഇരിക്കുന്നത്, നമുക്ക് ചിരണ്ടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് ചെറുതായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിൽ ഇട്ട് പൊടിച്ചെടുത്തിട്ട് വറുത്താൽ മതി കേട്ടോ. പിന്നെ വീട്ടിൽ ഒരുപാട് തേങ്ങയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആട്ടുന്ന തേങ്ങയുടെ കൂടെ നമുക്ക് ഉണക്കത്തേങ്ങ ഇടാം. പക്ഷേ കടയിൽ നിന്ന് കുറച്ച് തേങ്ങയായിട്ടൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പറ്റില്ലല്ലോ. എന്നിട്ട് നമുക്കിതുപോലെ വറുത്ത് അരച്ച കറിക്കൊക്കെ വേണ്ടിയിട്ട് ഈ തേങ്ങ എടുക്കാം കേട്ടോ. മുട്ട പുഴുങ്ങുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് മുട്ട പുഴുങ്ങുവാണെങ്കിൽ തോടിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒലിച്ച് വരത്തൊന്നുമില്ല. പിന്നെ എളുപ്പം പൊളിച്ചെടുക്കാനും പറ്റുമേ. ഞാൻ മുട്ട കുക്കറിൽ വെച്ചാൽ പുഴുങ്ങുന്നത്. ഇനിയിപ്പോൾ ചരുവത്തി വെച്ച് പുഴുങ്ങുവാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. കുക്കറിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒഴിച്ച കണക്കിന് വെള്ളം ഒഴിച്ചാൽ മതി, വെറുതെ ഗ്യാസ് കളയണ്ടല്ലോ. ഇനി കുക്കറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ച് കഴിയുമ്പം ഇതുപോലെ ആവി വന്നതിന് ശേഷം വിസിൽ വെച്ച് കൊടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കുക്കറിൽ എന്തെങ്കിലും തടഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ ആവി പുറത്തേക്ക് വരത്തില്ലല്ലോ. അപ്പം ആവിയൊക്കെ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ വിസിൽ വെച്ച് കൊടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കണ്ടോ, ഒട്ടും പൊട്ടിപ്പോവോ ഒന്നും ആയിട്ടില്ല, നല്ലതായിട്ട് തന്നെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമ്മൾ സാധാരണ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ടല്ലേ തൊലി പൊളിച്ചെടുക്കുന്നത്. രാവിലെ തിരക്കൊക്കെ ആണെങ്കിൽ ചൂടോടുകൂടി തന്നെ മുട്ട പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൈപ്പ് ചെറുതായിട്ടൊന്ന് തുറന്ന് വിട്ടാൽ മതി. സ്പീഡിൽ തുറന്ന് വിടരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് വെള്ളം തുറന്ന് വിട്ടിട്ട് മുട്ട ഇങ്ങനെ മെല്ലെ പൊളിച്ചെടുത്താൽ മതി. രാവിലെ നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴും ഇഡലിത്തട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അതിൻ്റെ പുറകുവശത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഇഡലി പെട്ടെന്ന് തന്നെ കുത്തിയെടുക്കാൻ പറ്റും. അത് തണുക്കുന്നിടം വരെ നോക്കി നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. ഈ മുട്ട പൊളിക്കുന്നതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറുള്ളത്. മുട്ട ഇതാ ഞാൻ മുറിച്ച് കാണിക്കാം. ഇപ്പോഴും ഇതിൽ നിന്ന് ആവി പറക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട് ഈ മുട്ടയ്ക്ക്. എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ പൊളിച്ചെടുത്തു. എനിക്കിപ്പം ഇങ്ങനെ കയ്യിലൊന്നും പിടിക്കത്തില്ല, അതുപോലെ മുട്ടയ്ക്ക് ചൂടുണ്ട് കേട്ടോ. എന്നാലും ചൂടോടെ പൊളിച്ചാലും മുട്ടയുടെ ഷേപ്പ് ഒന്നും പോയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ചക്കക്കുരു ഞാൻ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ അടപ്പ് മുറുക്കമുള്ളൊരു പാത്രത്തിൽ പൊട്ടിയതും അഴുക്കായതും അങ്ങനെയുള്ള ചക്കക്കുരുകളെല്ലാം മാറ്റണം. നല്ലത് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. നല്ല ചക്കക്കുരു മാത്രം കഴുകി നന്നായിട്ട് ഉണക്കി അല്ലെങ്കിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ അടപ്പ് മുറുക്കമുള്ള പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ബേക്കറി വാങ്ങുമ്പോഴും പിന്നെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുമ്പോഴൊക്കെ ഇതുപോലത്തെ കവർ കിട്ടുമല്ലോ, ആ കവർ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തത് കേട്ടോ. അതിനകത്ത് ചക്കക്കുരു ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടി ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുന്നത്. ഇത് ഫ്രീസറിൽ വെക്കണ്ട, നമ്മൾ സാധാരണ കറികളൊക്കെ വെക്കുന്നില്ലേ ആ ഒരു സ്ഥലത്ത് തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ ചക്കക്കുരു സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് 1 കൊല്ലം വരെ എടുത്തു വെക്കാം. ചക്കക്കുരുവിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് ചക്കക്കുരു ഒന്നും കിട്ടാത്തപ്പോഴും നമുക്ക് ചക്കക്കുരു കൊണ്ട് കറികളൊക്കെ വെക്കാം കേട്ടോ. വെല്ലുമ്മച്ചിയൊക്കെ പറഞ്ഞു തന്നത് പണ്ടത്തെ കാലത്ത് മണ്ണൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഈ ചക്കക്കുരു ഇടും, പിന്നെയും കുറച്ച് മുകളിൽ മണ്ണൊക്കെ ഇടും, അങ്ങനെയൊക്കെ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കുമായിരുന്നു. എന്നാൽ പിന്നെ കവറിലൊക്കെ കെട്ടിയും എന്നാലും കുറേയൊക്കെ കേട് വന്ന് പോകും. പക്ഷേ ഇത് അങ്ങനെ കേടൊന്നും വരത്തില്ല കേട്ടോ, നമുക്ക് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുമേ. ഫ്രീസറിൽ വെച്ച ചക്കക്കുരു ആണെങ്കിൽ എടുത്ത് പുറത്ത് വെച്ച് കുറച്ച് തണുപ്പൊക്കെ മാറി കഴിയുമ്പോൾ അതിൽ നനവുണ്ടാവും. അത് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കളഞ്ഞിട്ട് ഇതുപോലെ നടുഭാഗം ഒന്ന് കീറിയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ചക്കക്കുരു എളുപ്പം പൊളിച്ച് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ചക്കക്കുരു അല്ലെങ്കിലും നമുക്കിതുപോലെ നടുഭാഗത്തൊന്ന് മുറിച്ച് കൊടുക്കുവാണെങ്കിൽ എളുപ്പം അതിൻ്റെ കറുത്ത തൊലിയും അല്ലാതെ വെളുത്ത തൊലിയൊക്കെ കളയാം. കറുത്ത തൊലി കളയാൻ പാടില്ല കേട്ടോ പറയുന്നത്. ചക്കക്കുരുവിൻ്റെ ബ്രൗൺ സ്കിന്ന് കളയരുത്, അതിനൊരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ചക്കക്കുരു നമുക്കിതുപോലെ നടുവേ ഒന്ന് മുറിച്ചിട്ട് എടുക്കുവാണെങ്കിൽ കറുത്ത തൊലിയാണേലും അതിൻ്റെ വെളുത്ത തൊലിയാണേലും ഏത് വേണേലും കളയാം. ഞാൻ സാധാരണയായിട്ട് അതിൻ്റെ ബ്രൗൺ സ്കിന്ന് കളയാതെ തന്നെ കേട്ടോ കറി വെക്കുന്നത്.
ഇനിയിപ്പോൾ തീരെ കുഞ്ഞ് ചക്കക്കുരു ആണെങ്കിൽ അത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടിച്ച് പുഴുങ്ങിയെടുത്തിട്ടും തൊലി കളഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇടുവാണെങ്കിൽ എളുപ്പം തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അല്ലാതെ മുഴുവനോടെ ഇട്ടാലും തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. പുഴുങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് തുടച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തൊലി കയ്യിൽ പിടിക്കുമ്പോൾ തെന്നിപ്പോകും. വലിയ ചക്കക്കുരു ആണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ കേട്ടോ ചെയ്യുന്നത്. പുഴുങ്ങാനും വേവിക്കാനും ഒന്നും നിൽക്കാറില്ല. രണ്ടായിട്ട് മുറിച്ചിട്ട് അത് എളുപ്പമാവും. നമുക്ക് ചിരണ്ടുന്ന സമയമൊന്നും വേണ്ട. എളുപ്പമാവും കേട്ടോ അങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് തൊലി കളയുമ്പോൾ. അത് ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ അത് എളുപ്പമാണെന്നുള്ളത്. മഴക്കാലമല്ലേ, വെളിച്ചെണ്ണയൊക്കെ പെട്ടെന്ന് കനച്ച് പോകും. അപ്പോൾ ഒരു 5-6 മണി കുരുമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് കനച്ച് പോകത്തില്ല. പിന്നെ കല്ലുപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് വെളിച്ചെണ്ണയിൽ കനച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ തലയിൽ തേക്കാനൊക്കെ എടുക്കുന്നതായതുകൊണ്ട് കല്ലുപ്പ് ഇടുന്നത് നല്ലതല്ല കേട്ടോ, മുടിയൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകൂലേ. വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് 2 ദിവസത്തെ വെയിൽ കൊള്ളിക്കുമ്പോൾ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റുമല്ലോ. പക്ഷേ മഴക്കാലത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയാൽ മതി കേട്ടോ. ഇങ്ങനെ കത്തിയൊന്നും വേണ്ട, ഇതുപോലെ കൈകൊണ്ട് തിരുമ്മുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ഇളകിപ്പോരും. പിന്നെ പച്ചവെള്ളത്തിൽ ഇടുവാണെങ്കിലും ഞാൻ നേരത്തെ കാണിച്ച പോലെ കത്തി കൊണ്ട് ചക്കക്കുരുവൊക്കെ നേരത്തെ രണ്ടായിട്ട് മുറിച്ചില്ലേ അതുപോലെ മുറിച്ച് എടുക്കാൻ എളുപ്പമാണ്. പച്ചവെള്ളത്തിലിട്ടും ചൂടുവെള്ളത്തിലിട്ടും ഇതുപോലെ തൊലി കളഞ്ഞ് എളുപ്പം എടുക്കാൻ പറ്റും. ഞാൻ കൂടുതലും പച്ചവെള്ളത്തിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ, ഒന്ന് കുതിർത്തിട്ട് തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കുക ചെയ്യുന്നത്. ചൂടുവെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ കൈകൊണ്ട് തന്നെ തിരുമ്മുമ്പം പെട്ടെന്ന് തൊലി പോകും. പിച്ചാത്തിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചൂടുവെള്ളത്തിലിടുമ്പോൾ വെളുത്തുള്ളിയുടെ ഒരു സ്ട്രോങ് മണം അങ്ങ് കുറയും. ഒരു വാട്ടം ഉണ്ടാവില്ല വെളുത്തുള്ളിക്ക്. അതേസമയം പച്ചവെള്ളത്തിലിടുമ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ ആദ്യം കാണിച്ച പോലെ വെളുത്തുള്ളി രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ കറികൾക്കൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മളൊക്കെ സാധാരണയായിട്ട് അജിനോമോട്ടോ ഒക്കെ ചേർക്കാറുണ്ടല്ലോ. അതിലും ഏറ്റവും നല്ലതും ആരോഗ്യത്തിന് ഏറ്റവും നല്ലതും അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്കൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടാവും. നല്ല കൊഴുപ്പും നല്ല മണവും ഒക്കെ ഉണ്ടാവും കേട്ടോ. അത് മസാലക്കറികൾക്കൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് അണ്ടിപ്പരിപ്പ് കുതിർത്തിട്ട് അരയ്ക്കുന്നത്. കടലക്കറി, ഇറച്ചിക്കറി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലും ടേസ്റ്റ് കുറവ് പോലൊക്കെ നമ്മൾ കറികൾക്ക് വെച്ച് കഴിഞ്ഞിട്ട് തോന്നുമല്ലോ, എന്തെങ്കിലും മസാല കുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്തിട്ട് അരച്ച് ചേർത്താൽ മതി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറിക്ക് എന്തെങ്കിലും പോരായ്മകൾ വരുമ്പോഴോ കറിക്ക് ടേസ്റ്റ് കൂടാനോ ഒക്കെ ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് തേങ്ങാപ്പാൽ ചേർക്കാറുണ്ടല്ലോ. തേങ്ങാപ്പാൽ ചേർക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് അണ്ടിപ്പരിപ്പ് കുറച്ച് കുതിർത്തിട്ട്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ തേങ്ങയ്ക്കും അണ്ടിപ്പരിപ്പിനും എല്ലാം വിലയാണ്. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ചിക്കനൊക്കെ നമ്മൾ അത് ഇറച്ചി ഏതായാലും കേട്ടോ, ഏതിറച്ചിയായാലും മേടിക്കുമ്പം ഉപ്പിട്ട് കഴുകുന്ന പോലെ തന്നെ കുറച്ച് വിനാഗിരി ഇട്ട് കഴുകുവാണെങ്കിൽ അതിൻ്റെ മണമൊക്കെ പോയി ചോരമയമൊക്കെ മൊത്തത്തിലങ്ങ് പോകും, വൃത്തിയായിട്ട് കിട്ടും. ചിക്കൻ വറക്കുമ്പം വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ ചേർക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് അപ്പത്തിൻ്റെ മാവോ അല്ലെങ്കിൽ ദോശയുടെ മാവോ ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ബാക്കി വരാറുണ്ടല്ലോ. ഇവിടെ രാത്രിയിൽ ചേട്ടായി ചോറ് കഴിക്കത്തില്ല. അപ്പോൾ ചേട്ടായിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു 3-4 ദോശ ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അന്നേരമാണ് ഒരു ചക്ക കിട്ടിയത്. ആ ചക്ക വേവിച്ചതുകൊണ്ട് പിന്നെ ഈ ദോശമാവ് അവിടെ ബാക്കി വന്നു. ഇപ്പോൾ അതിന് പുളിയായിട്ടുണ്ട്. അതുകൊണ്ട് പുളിയായതുകൊണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കിയാലും ആരും കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ ആ ദോശമാവിലേക്ക് കുറച്ച് പച്ചരി ഉഴുന്നും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് ആ ദോശമാവും ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു കൈപ്പിടി ചോറും കൂടെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു. എന്നിട്ട് രാവിലെ അത് അരയ്ക്കും. 6 മണിയൊക്കെ ആകുമ്പോൾ അരച്ചാൽ 8 മണിയാകുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആയാലും ദോശ ആയാലും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ബാക്കി വന്ന മാവിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പം അത് എടുത്തു വെക്കാൻ കൊള്ളത്തില്ല. ഒരു നേരത്തേക്ക് കണക്കാക്കിയേ ഉണ്ടാക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പുളിച്ചു പോകും. പിന്നെ സാധാരണ ദോശയും അപ്പമൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പം. അപ്പത്തിന് അരയ്ക്കുന്നതെങ്കിൽ നമ്മൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടുന്നെങ്കിൽ 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി. പിന്നെ ചോറും അധികം ചേർക്കരുത്. ചോറ് അധികം ചേർത്താലും വല്ലാതെ പുളിയായി പോകും. അപ്പോൾ സാധാരണ ചേർക്കുന്നതിനേക്കാളും കുറച്ച് ചോറ്, കുറച്ച് ഈസ്റ്റ് അങ്ങനെയൊക്കെ ചേർക്കണം കേട്ടോ. പിന്നെ അരച്ച് 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് പൊങ്ങിക്കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് അപ്പം ആണേലും ദോശയാണേലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവേ. പിന്നെ ചിക്കൻ കറി വെക്കുമ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ഇതുപോലെ നന്നായിട്ട് ചൂടാക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ അപ്പവും വട്ടയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങാ വെള്ളത്തിൽ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും കൂടെ മിക്സാക്കി കുറച്ച് സമയം വെച്ചിട്ട് നമ്മൾ അതും കൂടെ ഒഴിച്ച് അരച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അപ്പത്തിനായാലും വട്ടയപ്പത്തിനായാലും ഒക്കെ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുമേ. ഉണക്കമീൻ ഇതുപോലെ കഷ്ണമീനൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പിറക്കാനൊന്നും സമയമില്ല, ഉപ്പൊക്കെ പോയിട്ട് നമുക്ക് വറക്കണമെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചിട്ട് വറുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് ഉപ്പൊക്കെ പോയി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ഫ്രീസറിൽ കുറച്ച് ഇറച്ചി ഇരിപ്പുണ്ട് കേട്ടോ, ചിക്കനാണ്. ഏതിറച്ചിയാണേലും കുഴപ്പമില്ല, അത് പെട്ടെന്നൊന്ന് ഐസൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട്
ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ വേറൊരു പാത്രത്തിൽ ഇറച്ചി ഇതുപോലെ മുകളിൽ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് ഐസൊക്കെ ഉരുകി നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെക്കാൻ വേണ്ടി പറ്റും. ഐസ് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കല്ലുപ്പൊക്കെ ഇടുമ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല കേട്ടോ. ഇത് നല്ല എളുപ്പമാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുന്നത്. ഇവിടെ നല്ല കാറ്റാ കേട്ടോ. രാത്രിയിലൊക്കെ വല്ലാതെ ശക്തിയിൽ കാറ്റടിക്കും. പേടിയാവും ഒച്ചയൊക്കെ കേൾക്കുമ്പോഴേ. എല്ലായിടത്തും ഇപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ അല്ലേ. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.